ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ അരത്താലം വെള്ളത്തിൻ്റെയും അരയിൽ ചുറ്റിയ ഒരു മുറി വെള്ളക്കച്ചയുടെയും ഒക്കെ അന്തരാർത്ഥങ്ങൾ വിണ്ണ് മണ്ണിനെ പഠിപ്പിച്ച ഒരു പാവന കർമ്മത്തിന് സെഹിയോൻ മാളിക മൂകസാക്ഷിയായി. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനില്ലെന്ന് വിളിച്ചു പറഞ്ഞവൻ തന്നെ ശിഷ്യനേക്കാൾ ചെറിയവനും വിനീതനുമായി അവരുടെ പൊടിപുരണ്ട പാദങ്ങൾ കഴുകി തുടച്ചു. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പുതിയ പാഠങ്ങൾ ഉരുവിട്ടു തന്ന ഗുരുമുഖം തങ്ങളുടെ പാദങ്ങൾ ചുംബിക്കാൻ താഴ്ന്നു ചെന്നപ്പോൾ അവർ അത്ഭുതസപ്തരായി. അന്നത്തെ അന്ത്യഭോജന വേളയിൽ സ്വന്തം ശരീരരക്തങ്ങൾ അത്താഴ വിരുന്നിനായി വിളമ്പിക്കൊടുത്തവന് മിച്ചമുണ്ടായിരുന്നത് ഒന്നുമില്ലാത്ത ആശ്രിതനായ വെറുമൊരു വേലക്കാരൻ്റെ അവസ്ഥ മാത്രം. പുൽക്കൂട്ടിൽ തുടങ്ങിയതാണ് ഇല്ലായ്മയോടുള്ള അവൻ്റെ ഈ വല്ലാത്ത അഭിനിവേശം, ദാസനാകാനുള്ള ദാഹം. ഇഹലോക ജീവിതത്തിൻ്റെ അന്തിമ നാഴികകളിലും അവന് തുടങ്ങാനുള്ളത് പാദങ്ങളിൽ നിന്ന് തന്നെ. പെസഹ വ്യാഴത്തിലെ പാദശാളനം വലിയ വെളിപാടുകൾ നൽകുന്നുണ്ട്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനുള്ള വിളിയാണ് വിശ്വാസികളായി നമുക്കുള്ളത്. അന്യരുടെ പാദങ്ങൾ കഴുകുക എന്നാൽ അവരെ വിശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. അവരുടെ അശുദ്ധിക്ക് നാമായിട്ട് കാരണമാകാതിരിക്കുക. മറ്റുള്ളവരുടെ പാദങ്ങൾ നാം കഴുകുമ്പോൾ അവരെ നമ്മേക്കാൾ കൂടുതൽ ശ്രേഷ്ഠരായി നാം കണക്കാക്കുന്നു എന്ന മാനം കൂടിയുണ്ട്. വലിയൊരു വെല്ലുവിളിയാണത്. കാരണം പലപ്പോഴും മറ്റുള്ളവരെക്കാൾ എല്ലാം കൊണ്ടും മിടുക്കും മാന്യതയും നമുക്കുണ്ടെന്ന് നാം കരുതാറില്ലേ? എന്നാൽ മറ്റൊരാളുടെ കാലുകൾ നാം കഴുകണമെങ്കിൽ നാം നന്നായി കുനിങ്ങിയേ മതിയാവൂ. അതിന് വിനയമെന്ന വരം വേണം. വിനയത്തെ ബലഹീനതയും ഭീരുത്വത്തിൻ്റെ പര്യായവുമായി എണ്ണുന്ന, കുമ്പിടുന്നതിന് കുറവായി കാണുന്ന ലോകത്തിൽ ചെറുതാകാൻ നാം മടിക്കരുത്. മറ്റുള്ളവരുടെ കാലുകൾ തുടയ്ക്കുന്നതിന് കുറേ കൂടെ കരുതലും വാത്സല്യവും വേണം. ഒപ്പിയെടുക്കുക എന്നത് പരിചരിക്കുന്നതിന് സമമാണ്. നമ്മുടെ സഹചരുടെ കഥനങ്ങളും കണ്ണീരുമൊക്കെ ഒരു പരിധിവരെ ഒപ്പിയെടുക്കാൻ ക്രിസ്ത്യാനികളായ നമുക്ക് കടമയുണ്ട്. അരപ്പാത്രം വെള്ളവും അരയിൽ കെട്ടാനുള്ളൊരു കച്ചകഷ്ണവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എന്നാളും നാം സൂക്ഷിച്ചു വയ്ക്കണം. ഓരോ ജീവിതാന്തസ്സിനും തനതായ പാദശാളന തലമുണ്ട്. ഓർക്കണം, പരസ്പരം കരങ്ങൾ കോർത്തു തുടങ്ങേണ്ടതും കാലുകൾ കഴുകി തുടരേണ്ടതുമായ ഒന്നാണ് ദാമ്പത്യ ജീവിതം. അന്ന് സെഹിയോൻ ഊട്ടുമുറിയിൽ നടന്നതും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നതുമായ കുദാശയാകട്ടെ പാദശാളനം. മനുഷ്യരായ നമുക്ക് പരസ്പരം പാദങ്ങൾ കഴുകി തുടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യപുത്രൻ നടത്തിയ പാദശാളനം വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു കർമ്മം മാത്രമാണ്.